സുവിശേഷം. This lady was 50 years old. ആ സ്ത്രീക്ക് 50 വയസ്സ് പ്രായമായിരുന്നു. She was admitted in the hospital. അവൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. And she was ready for surgery. ഒരു ശസ്ത്രക്രിയയ്ക്ക് അവൾ തയ്യാറാകുകയായിരുന്നു. This is the first time in 50 years she is entering an operation theater. ഒരു സർജറി സ്ഥലത്തേക്ക്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവൾ ഈ 50 വയസ്സിനകത്ത് ആദ്യമായിട്ടാണ് പ്രവേശിക്കുന്നത്. So she started sweating. അവൾക്ക് ആകെക്കൂടെ വിയർപ്പ് ബാധിച്ചു. And her husband and children were trying to comfort her. അവളെ സമാശ്വസിപ്പിക്കുന്നതിന് ഭർത്താവും കുഞ്ഞുങ്ങളും പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. And they slowly took her into the operation theater. അവളെ പതുക്കെ അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. And she started sweating on the operation table. ഓപ്പറേഷൻ ടേബിളിൽ അവൾ വളരെ വല്ലാതെ വിയർത്തു. The surgeon came to operate her. അവളുടെ ശസ്ത്രക്രിയ നടത്തുവാൻ വന്നതായിട്ടുള്ള സർജന് And he saw her face was different. അവളുടെ മുഖം വല്ലാതെ വിവരണമായിരിക്കുന്നത് കണ്ടിട്ട് He saw that the dress she was wearing became very wet. അവളുടെ വസ്ത്രം ആകെക്കൂടെ നനഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് She saw her sweating. അവൾ വളരെയധികം വിയർത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് He wanted to comfort her. അവളെ സമാശ്വസിപ്പിക്കുന്നതിനായി ആഗ്രഹിച്ചു. So he looked at the lady and said, അവളോട് നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, Madam, why are you sweating like this? ഇങ്ങനെ എന്തുകൊണ്ടാണ് സഹോദരി വിയർക്കുന്നത്? The lady said, ആ സഹോദരി മറുപടി പറഞ്ഞു, Doctor, ഡോക്ടറെ, this is the first time in 50 years I'm entering an operation theater. ഞാനൊരു ശസ്ത്രക്രിയാ സ്ഥലത്തേക്ക് ഈ 50 വർഷത്തിനകത്ത് ആദ്യമായിട്ടാണ് പ്രവേശിക്കുന്നത്. Not even one injection. ഒരു ഇഞ്ചക്ഷൻ പോലും എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല. I am very scared. എനിക്ക് വല്ലാതെ ഭയമുണ്ട്. The doctor said, ഡോക്ടർ പറഞ്ഞു, Don't worry, lady. സഹോദരി ഭയപ്പെടേണ്ട, You're not the only one. നീ ഒരാൾ മാത്രമല്ല. This is my first surgery also. ഞാനും ആദ്യമായിട്ടാണ് ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നത്. The lady died on the table. ആ മേശ വെച്ച് തന്നെ അവൾ മരണപ്പെട്ടു. I feel like I am on the operation table this evening. ഞാൻ ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ഒരു ടേബിളിന് മുകളിൽ ആയിരിക്കുന്ന അവസ്ഥ പോലെയാണ്. With the honorable metropolitan and the row of Thirumenis and the archbishop and bishop. അഭിമന്യ മെത്രാപ്പൊലിത്ത തിരുമേനിയോടൊത്തും ബഹുമാന്യനായിട്ടുള്ള ആർച്ച് ബിഷപ്പിനോടൊത്തും മറ്റ് തിരുമേനിമാരോടൊത്തും ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. My dear friends, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, please listen. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. Your children, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, your children, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, your neighbor, നിങ്ങളുടെ അയൽക്കാർ, your friends, നിങ്ങളുടെ സ്നേഹിതർ is looking at your life. നിങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടെ നിങ്ങളുടെ ജീവിതത്തെ നോക്കുകയാണ്. If your neighbor, നിങ്ങളുടെ അയൽക്കാർ, if your children, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, if your friend in the office, നിങ്ങളുടെ ഓഫീസിലുള്ളതായ സുഹൃത്ത്, if they go to hell, you are responsible. അവർ നരകത്തിന് ഇരയായി തീരുന്നുവെങ്കിൽ നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദികളെന്ന് അറിയണം. This is not Benjamin's word. This is God's word. ഇത് ബെഞ്ചമിൻ പറയുന്ന വാക്കല്ല, ഇത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. How many years I've been a Christian, my neighbor does not know Jesus Christ. ഞാൻ എത്ര കാലം ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചു, എങ്കിലും എന്റെ അയൽക്കാരന് കർത്താവായ യേശുക്രിസ്തുവിനെ അറിയില്ല തന്നെ. My dear choir members, എന്റെ ഗായക സംഘാംഗങ്ങളെ, keep on singing, let people know Jesus Christ. നിങ്ങൾ കർത്താവിനെ മറ്റുള്ളവർ അറിയും വിധത്തിൽ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുവിൻ. Every Marthamite is an evangelist. ഓരോ മാർത്തോമാക്കാരനും സുവിശേഷകനാണ്. What a vision that Tirumeni had. എന്തൊരു വലിയ ദർശനമാണ് നമ്മുടെ തിരുമേനിക്ക് ഉണ്ടായിരുന്നത്. How many people have looked at our life and gone away? എത്രയോ ആളുകൾ ജീവിതത്തെ നിരർത്ഥകമായി കഴിഞ്ഞുപോയി. Consecrated walk, വിശുദ്ധിയുടെ ഒരു നടപ്പ്, careful walk, സൂക്ഷ്മതയുടെ ഒരു നടപ്പ്. And thirdly, my Bible says, ദൈവവചനം മൂന്നാമത് പറയുന്നു, Ephesians chapter 5 verse 8, എഫേസ്യ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം, walk as children of light. പ്രകാശത്തിന്റെ മക്കൾ എന്ന പോലെ നടക്കുവീൻ. Consistent walk. ഒരു സുസ്ഥിരമായ നടപ്പാണത്. Whether I am inside FIBA office, ഞാൻ ഫീബ ഓഫീസിലായിരുന്നാലും, whether I am sitting on the platform, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണെങ്കിലും, whether I am staying with Achans, ഞാൻ അച്ഛനോടത്ത് താമസിക്കുകയാണെങ്കിലും, whether I am buying vegetable in the market, ഞാൻ ചന്തയിൽ പോയി സസ്യങ്ങൾ വാങ്ങുകയാണെങ്കിലും, I am a Christian everywhere. ഞാൻ എല്ലായിടത്തും ഒരു ക്രിസ്ത്യാനി തന്നെയാണ്. We have only one life. ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ. I see children also making that നിങ്ങൾ commitment. എഴുന്നേറ്റ് നിന്ന് സമർപ്പിക്കുന്നത് ഞാൻ കാണുന്നു. Young people, the Lord will bless you. യുവാക്കൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കാണുന്നു. Shall we bow our heads? നമ്മുടെ ശിരസ് നമിക്കാം. Spirit of the living God, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവേ, fall afresh on each one of us. ഞങ്ങളിലേക്ക് വീണ്ടും മൂതേണമേ.